വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കരങ്ങൾ തുറന്നു പിടിച്ചോ, ഹൃദയത്തോട് ചേർത്തോ, കൂപ്പിപ്പിടിച്ചോ വ്യക്തിപരമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന് മുമ്പിലേക്ക് ഞങ്ങളെ ഗുണമായി സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ആത്മാവും ജീവനുമായ വചനം ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ. മാംസം ധരിപ്പിച്ച വചനത്തിന് വാസഗേഹമായി തീർന്ന പരിശുദ്ധി അമ്മയെ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലും ദൈവവചനം നിറയാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മയിൽ നിറഞ്ഞ വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ദൈവകൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയായല്ലോ. അമ്മയെ ഭാഗ്യവതി, അമ്മയുടെ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ. ആ ഭാഗ്യത്തിൽ ഞങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടതാകട്ടെ. വിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാ വിശുദ്ധരോടും ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കുടുംബജീവിതക്കാരുടെ മാതൃകയായ പരിശുദ്ധ അമ്മ നമ്മളോട്, നമ്മുടെ കുടുംബത്തോട് പറയുന്ന, ഓർമ്മപ്പെടുത്തുന്ന തിരുവചനമാണ്. ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്നുണ്ട്.
ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പോഴാണ് നാം ചേതനയറ്റു പോകുന്നത്. ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഈ വചനത്തിൽ ജീവനുണ്ട്, ആത്മാവുണ്ട്. നമ്മുടെ ആത്മാവ് ദൈവവചനത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പറഞ്ഞു, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. ആ വാക്കിന്, ദൈവത്തിൻ്റെ വാക്കിന് യേശു മൂളിയതുപോലെ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും തുറന്നു കൊടുക്കുമ്പോൾ ദൈവമഹത്വമാണ് നമ്മളിൽ കുടികൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ വെറും സ്തോത്രഗീതം വാക്കായി പറഞ്ഞതല്ല. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക, ശരീരത്തെ മറക്കുക, മനസ്സിൻ്റെ ഭാരങ്ങൾ മറക്കുക, ആത്മാവിൽ ദൈവവുമായി ഒരു സംസർഗത്തിലാവുക, ദൈവവുമായി സംഗമിക്കുക, ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുക. ഇത് വലിയ ഒരഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മയ്ക്ക് അനുഭവിക്കാൻ കഴിയും. കളങ്കമില്ലാതെ, കറയില്ലാതെ ദൈവത്തോട് ചേർത്ത് വെച്ച ഒരാത്മാവായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. നമുക്കും ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിൽ മാനുഷികമായ ബലഹീനതകളാൽ ചില കറകളും കളങ്കങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്ന് കുമ്പസാരം എന്ന കൂദാശയിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെയൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ആത്മാവിൻ്റെ ആഴങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ക്ഷമ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ സമാധാനം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആത്മാവിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ ശാരീരിക രോഗങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. അപകടങ്ങളോ ആപത്തുകളോ ദുരിതങ്ങളോ ഒന്നും നമ്മുടെ പരിഗണനാ വിഷയം പോലും ആവില്ല. ദൈവത്തിൻ്റെ വചനം, ആ വചനം തരുന്ന ആനന്ദം, ആ വചനം തരുന്ന അഭിഷേകം, അവിടേക്ക് മാത്രമേ നമ്മുടെ ശ്രദ്ധ പോകൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രോഗങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളും അപകടങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. മനസ്സിന് ചിലപ്പോൾ ഭാരങ്ങൾ അനുഭവപ്പെടാം, ദുഃഖങ്ങൾ അനുഭവപ്പെടാം, അസ്വസ്ഥതകൾ, ആകുലതകളൊക്കെ കടന്നു വരാം. ഇത് സ്വാഭാവികമാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാൻ, ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിന് 4-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ വലിയ രഹസ്യമുണ്ട്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ശാരീരിക വേദനകളിൽ നമ്മൾ അസ്വസ്ഥപ്പെടുന്നത്. വചനം എന്താണെന്നോ? ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പാപം സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ ആത്മാവിലാണ്. അപ്പം ശാരീരിക സഹനം ആത്മാവിനെ പാപത്തിൽ നിന്ന് വിടുതലിലേക്ക് നയിക്കാൻ, പാപത്തോട് വിടുതൽ പ്രാപിക്കാൻ ദൈവം ഒരുക്കുന്നൊരു രക്ഷാകര പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് കിട്ടുന്ന ദൈവ പൈതലിന് ശാരീരിക സഹനങ്ങൾ ഒരിക്കലും അസ്വസ്ഥതയല്ല. അത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ കൊച്ചുരഹസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതല്ലേ. ക്ഷയരോഗം കൊണ്ട് പിടയുമ്പോഴും ഞാൻ അനുഭവിക്കുന്ന വേദന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തിയപ്പോൾ ചോദിച്ചു വാങ്ങി, കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്താൻ നീ എനിക്ക് രോഗം തരണം. അൽഫോൻസാമ്മ തൻ്റെ സഹനങ്ങളൊക്കെയും
ഈശോ വളരുവാൻ, മണവാളനായ ഈശോയ്ക്ക് എന്നിൽ രൂപപ്പെടുവാൻ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ശരീരത്തിനപ്പുറത്തേക്ക് ആത്മാവിനെ കാണാൻ. സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷി. സ്വർഗത്തിലേക്ക് നോക്കാൻ, കല്ലുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ലേ? സ്വർഗത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുക. ആത്മാവ് സ്വർഗത്തിലെത്തേണ്ടതാണ്. ആ ആത്മാവിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ശ്രദ്ധയൂന്നുക. തുരുമ്പോക്കീടങ്ങളോ നശിപ്പിക്കാത്ത സ്വർഗീയ നിക്ഷേപം കരുതി വയ്ക്കാൻ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കി, സ്വർഗീയ നിക്ഷേപത്തെ ലക്ഷ്യമാക്കി ഈ ലോകത്തിലെ വേദനകളെയും രോഗങ്ങളെയും ആപത്തുകളെയും അപകടങ്ങളെയും അസ്വസ്ഥതകളെയും സ്വീകരിക്കുവാനുള്ളൊരു നല്ല മനസ്സ് രൂപപ്പെടുത്തുക. പിറുപിറുപ്പില്ലാതെ, പരാതിയില്ലാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തെ അംഗീകരിക്കുന്നവരായി രോഗങ്ങളിലും തകർച്ചകളിലും ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നവരായി മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പരിചയമുള്ള സൗഹൃദമുള്ള ഒരു കുടുംബം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഒരപകടത്തിൽ കുടുംബത്തിലെ 4 പേര് കാറപകടത്തിൽപ്പെട്ട് ആ കുടുംബനാഥനും കുടുംബനാഥയും അത്യാസന്ന നിലയിൽ ഐസിയുയിലും വെന്റിലേറ്ററിലുമൊക്കെ ആയി ഏതാണ്ട് 4 മാസങ്ങളോളം ആശുപത്രിയിൽ തന്നെയായിരുന്നു. ആത്മീയമായ ഒത്തിരിയേറെ നന്മകളുള്ള വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന കുടുംബനാഥൻ വചന ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് കൗൺസിലിംഗ് ശുശ്രൂഷയിലൊക്കെ വ്യാപൃതയായിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് ദൈവകൃപയുടെ സ്രോതസ്സായി ലീജിയൻ ഓഫ് മേരി എന്ന് പറയുന്ന മരിയൻ സൈന്യത്തിൻ്റെ നേതൃനിരയിലൊക്കെ പ്രവർത്തിക്കുന്ന കുടുംബനാഥ. മക്കൾക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇവർക്ക് 2 പേർക്കും സാരമായ പരിക്കുകളുണ്ടായി. മാസങ്ങളോളം വെന്റിലേറ്ററിലായിരുന്നു. ആ സഹോദരിയുടെ ഒരു കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ എത്തി. ആ സഹോദരൻ്റെ അത്യാസന നിലകളൊക്കെ പിന്നിട്ട് അദ്ദേഹം 4 മാസം കഴിഞ്ഞപ്പോൾ ജോലിയിൽ അധ്യാപകനാണ്. ജോലിയിലേക്ക് തിരികെ പ്രവേശിച്ചു. ഏതാണ്ട് 1 കോടി അടുത്ത് രൂപ ചികിത്സാ ചെലവിനായിട്ടായി. സാമ്പത്തികമായ ഭാരത്തേക്കാൾ എത്രയോ ആളുകൾക്ക് ഈ സാഹചര്യത്തിൽ ഇവരെ സഹായിക്കാനായിട്ട് ദൈവം അവസരം കൊടുത്തു. ഇങ്ങനെയൊരു വേദന കടന്നു വന്നപ്പോൾ ആളുകൾ, അയൽവാസികളും ഇടവക ജനമൊക്കെ ചോദിച്ചു, എന്തുകൊണ്ട് ഇവർക്കിങ്ങനെ വന്നു? ഇവർ പ്രാർത്ഥിക്കുന്നവരല്ലേ? അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതിന് വന്നൊരു മറുപടി ആ ജനത്തോട് ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ അവർ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണ് ദൈവം അവർക്കത് അനുവദിച്ചു കൊടുത്തത്. കാരണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പ്രിയപുത്രനെ ബലിയായി കുരിശിലേക്ക് പിതാവായ ദൈവം കൊടുത്തപ്പോൾ തൻ്റെ പുത്രന് അത് ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം പിതാവിന് ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ ഇതുപോലൊരവസ്ഥ വന്നാൽ ദൈവിക പദ്ധതിയായി അതിനെ സ്വീകരിക്കാനുള്ള ഒരു കൃപ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് ദൈവപിതാവിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഉറപ്പുള്ളവർക്ക് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണിത്. അതുകൊണ്ടാണ് അവർക്കങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി, ലോകത്തിൻ്റെ മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അവരെ തിരഞ്ഞെടുത്തു. അവർ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും ആയതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം പരീക്ഷണങ്ങൾ നൽകും. മക്കളായി സ്വീകരിച്ചവരെ പ്രഹരിക്കും എന്ന തിരുവചനം നമ്മൾ ഓർമ്മിക്കണം. ഈ ഒരു ചിന്തയാണ് ആ നാളുകളിൽ എൻ്റെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും കടന്നു വന്നിരുന്നത്.
മക്കളായി സ്വീകരിച്ചവരെ പ്രഹരിക്കുന്ന, അതിലൂടെ കൂടുതൽ വിശുദ്ധിയിലേക്ക് അവരെ നയിക്കുന്ന, അനേകർക്ക് മോചന ദ്രവ്യമായി അവരുടെ ജീവിതത്തെ, അവരുടെ സഹനത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഏതാണ്ട് 4 മാസങ്ങൾക്ക് ശേഷം ഈ കുടുംബത്തിൽ അവരെ സന്ദർശിക്കുവാനായിട്ട് പോയപ്പോൾ ഒരു കാലില്ലാത്ത അവസ്ഥയിൽ കിടന്ന കിടപ്പിൽ മാസങ്ങളായി അതിൻ്റെ അസ്വസ്ഥതകളെ മുഴുവൻ ആനന്ദത്തോടെ സ്വീകരിച്ചുകൊണ്ട് കിടക്കുന്ന ഈ സഹോദരിയുടെ അടുക്കൽ ആളുകൾ വരുമ്പോൾ കാണുന്നവർക്കെല്ലാം സഹതാപമാണ്. പക്ഷേ അവരുടെ അടുക്കിലേക്ക് വരുന്ന, സഹതാപത്തോടെ വരുന്നവരെ തിരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞുവിടുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. എങ്ങനെയാണ് അതിന് സാധിച്ചത്? ഈ തൻ്റെ അടുക്കലേക്ക് സഹതാപത്തോടെ, ദുഃഖത്തോടെ, മ്ലാനവദനത്തോടെ കടന്നു വരുന്ന തൻ്റെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും അയൽവാസികളുമായ ആളുകളുടെ അടുക്കൽ ഈ സഹോദരി കർത്താവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച്, വലിയ പദ്ധതിയെക്കുറിച്ച്, ഇത് ദൈവം എനിക്ക് തന്നതാണ്, ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം ഞാനത് നോ പറയുന്നത് ശരിയല്ലല്ലോ, ഈശോ അനുവദിച്ച് തന്ന ഒരു സഹനമാണ്, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ ഭാഗമാണിത്, എൻ്റെ മാത്രമല്ല ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് എന്ന ബോധ്യത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ ശാരീരികമായ വേദനയുടെ നെരിപ്പോടിലൂടെ കടന്നു പോകുമ്പോഴും ആത്മാവിൽ ആനന്ദിക്കുന്ന, ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയെ കണ്ണുകൊണ്ട് കാണാൻ, ആ ഒരു ആനന്ദത്തിൽ, ആ ദൈവമഹത്വത്തിൽ അല്പസമയത്തേക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു അഭിഷേകം ഞാനിപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിൽ കാല് നഷ്ടപ്പെട്ട അവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് കഴിയുന്നത് എപ്പോഴാണ്? ശരീരത്തിലേക്കല്ല ശ്രദ്ധ, ഭാവി ജീവിതത്തിലേക്കല്ല ശ്രദ്ധ, ഉണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങളിലേക്കല്ല ശ്രദ്ധ, മറ്റുള്ളവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളിലേക്കല്ല ശ്രദ്ധ, പിന്നെയോ എൻ്റെ ആത്മാവിലേക്കാണ്. എൻ്റെ ആത്മാവ് ഈ ഒരവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക തന്നെ ചെയ്യും. സാത്താന് മഹത്വമെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ, ദൈവം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുത്തി എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ, എൻ്റെ ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ, എൻ്റെ ദൈവം സർവശക്തനാണെങ്കിൽ, എൻ്റെ ദൈവത്തിന് ഇതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്, അവൻ ഒരിക്കലും തെറ്റുപറ്റുകയില്ല, അവൻ ഇത് നന്മയായിട്ട് തന്നെ മാറ്റും. ഇതെൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ തലമുറകളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയ ദൈവീക പദ്ധതിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്നെക്കുറിച്ച് എന്നേക്കാൾ അധികമായി പദ്ധതിയും കരുതലും ശ്രദ്ധയുമുള്ളൊരു ദൈവം. 115 സങ്കീർത്തനം 12 തിരുവചനം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് വിചാരമുള്ളവനാണെങ്കിൽ അവൻ്റെ അനുഗ്രഹം ഈ അപകടത്തിൻ്റെ രൂപത്തിൽ, ഒരു കാല് നഷ്ടപ്പെട്ട രൂപത്തിൽ വന്നോട്ടെ, അത് അനുഗ്രഹമായി തന്നെ സ്വീകരിക്കും. പത്രോസ് എഴുതിയ 1 ലേഖനത്തിൻ്റെ 5 അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ
ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തു തന്നെയായാലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ മേൽ പൈശാചിക ശക്തി ആധിപത്യം ഉറപ്പിക്കാൻ അത് കാരണമാകും. പലപ്പോഴും ഈ ലോകം മുഴുവൻ തൻ്റെ ശക്തി വലയത്തിലാക്കിയിരിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തി അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ, ദുരന്തങ്ങൾ, രോഗങ്ങൾ കടത്തിവിട്ടുകൊണ്ട് നമ്മെ പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഈ പരീക്ഷണങ്ങളെയെല്ലാം തൻ്റെ കരുതുന്ന സ്നേഹത്തിൽ കൃപയാക്കി മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയാതെ, ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വരാതെ പിശാചിൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി ദൈവനിഷേധത്തിലേക്ക്, ദൈവത്തെ അംഗീകരിക്കാത്ത അവസ്ഥയിലേക്ക്, അധമ വികാരങ്ങൾക്ക്, അനുചിത ചിന്തകൾക്ക്, പ്രവൃത്തികൾക്കൊക്കെ നാം നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്കെങ്ങനെ പറയാൻ കഴിയും എൻ്റെ ആത്മാവ് കർത്താവിനെയാണ് മഹത്വപ്പെടുത്തുന്നതെന്ന്? ഞാൻ മഹത്വം തേടുന്നത് എൻ്റെ ശാരീരിക ആരോഗ്യത്തിലായിരിക്കാം, ഞാൻ മഹത്വം തേടുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷങ്ങളിലായിരിക്കാം, ഞാൻ മഹത്വം തേടുന്നത് എൻ്റെ ബന്ധങ്ങളിലായിരിക്കാം, ഞാൻ മഹത്വം തേടുന്നത് ലൗകികമായ നൈമിഷികമായ സുഖേച്ഛകളിലായിരിക്കാം, ആസക്തികളുടെ സംതൃപ്തിയിലായിരിക്കാം. അവിടെ ഒരിക്കലും ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുവിൻ. ലോകമെങ്ങുമുള്ള യേശുവിൻ്റെ സ്നേഹമനുഭവിക്കുന്ന വിശ്വാസികളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നൊരു സഹനമുണ്ട്. അത് ശാരീരിക സഹനമാണ്, മാനസിക ദുഃഖങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട? ഈ ശാരീരിക സഹനത്തിനും മാനസിക ദുഃഖങ്ങൾക്കും അപ്പുറം ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ വരുമ്പോൾ അവനെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ദൈവികമായ അഭിഷേകം പ്രാപിക്കുവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്ന് ഈ ഒരു ദൈവമഹത്വം വ്യാപരിക്കുവാൻ, ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെന്ന് പറയുവാൻ തടസ്സമായിട്ടുള്ള സകലതിനെയും യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കുവാൻ നമുക്ക് ഈ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരട്ടെ. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവകരങ്ങളിൽ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചു ശരീരത്തിനും ആത്മാവിനും മനസ്സിനും പൂർണ്ണമായ വിടുതലും സൗഖ്യവും രക്ഷയും നൽകുന്ന കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുക. കർത്താവേ, എൻ്റെ ശരീരത്തിലല്ല ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്, എൻ്റെ മനസ്സിലല്ല, എൻ്റെ ആത്മാവിൽ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും. ആത്മാവ് മഹത്വപ്പെടുത്തുമ്പോൾ ശരീരവും മനസ്സും ആ കൂട്ടത്തിൽ വരും. മനസ്സിൻ്റെ ഭാരങ്ങൾ അസ്വസ്ഥതയാവില്ല. ശാരീരിക രോഗങ്ങൾ നമ്മളെ അലട്ടുന്ന ദുഃഖ കാരണമാവില്ല. മറിച്ച്
ഈ രോഗത്തിനും അപ്പുറത്ത്, ഈ അസ്വസ്ഥതകൾക്കും അപ്പുറത്ത് എന്നെ അറിയുന്ന, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായി പിശാചിനെതിരെ എന്നെ ജയാളിയാക്കി മാറ്റുക എൻ്റെ കർത്താവിൻ്റെ കരമുണ്ട്. അവൻ എൻ്റെ ആത്മരക്ഷയാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാവ് കർത്താവിനെ മാത്രമേ മഹത്വപ്പെടുത്തുകയുള്ളൂ. ഒരിക്കലും പാപത്തിൻ്റെ സുഖത്തിന് പിന്നാലെ പോവില്ല. ഒരിക്കലും പിശാചിനെ മഹത്വമെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അനുഗ്രഹദായകമായ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ, ഞാനും എൻ്റെ കുടുംബവും യഹോവയായ ദൈവത്തിന് മഹത്വം നൽകുന്ന കുടുംബമായിരിക്കും. മറ്റൊന്നിനും പുറകെ പോകുന്ന ഒരു കുടുംബമാകാതിരിക്കട്ടെ. അതിനുവേണ്ടി കർത്താവെ, നിന്റെ അത്ഭുത വിടുതൽ എൻ്റെ കുടുംബത്തിലേക്ക് അയക്കണമേ. ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിച്ച് കർത്താവിൽ മാത്രം അഭിമാനിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുന്ന ഒരു കുടുംബമാകുവാൻ, ആത്മാവിൽ ദൈവ മഹത്വം തേടുന്ന കുടുംബമാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ